സംസ്ഥാനത്ത് SSLC പരീക്ഷ സമാപിച്ചു. കോട്ടയം ജില്ലയിൽ മാത്രം 18,705 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. പരീക്ഷകൾ പൊതുവെ എളുപ്പമായിരുന്നുവെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് പരീക്ഷകൾ അവസാനിക്കുന്ന ദിവസം സർക്കാർ നൽകിയത്. പരീക്ഷ കഴിഞ്ഞ് കുട്ടികളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതിന് രക്ഷിതാക്കൾ എത്തണമെന്ന് സ്കൂൾ അധികൃതരും പോലീസും നിർദ്ദേശിച്ചിരുന്നു. ഇതനുസരിച്ച് കുട്ടികളെ തിരികെ കൊണ്ടുപോകാൻ രക്ഷിതാക്കൾ എത്തി. വിദ്യാർത്ഥികൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ ക്രമസമാധാന പ്രശ്നമാകുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം വന്നത്. പരീക്ഷ കഴിഞ്ഞതിന് ശേഷമുള്ള ആഘോഷങ്ങൾ ഇത്തവണ സ്കൂളുകളിൽ അനുവദിച്ചിരുന്നില്ല. സ്കൂൾ തലത്തിലുള്ള സ്റ്റുഡൻസ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ശക്തിപ്പെടുത്താനും സർക്കാർ നിർദ്ദേശിച്ചിരുന്നു. ആഘോഷങ്ങൾ ഒഴിവാക്കി രക്ഷിതാക്കൾക്കൊപ്പം കുട്ടികളെ അയക്കണമെന്ന കർശന നിർദ്ദേശം പാലിച്ചതായി സ്കൂൾ അധികൃതർ പറയുന്നു. SSLC എക്സാം വളരെ ഭംഗിയായി ഗവൺമെന്റ് നിർദ്ദേശാനുസരണം വളരെ കൃത്യതയോടുകൂടി നടത്താനായിട്ട് സാധിച്ചു. അധ്യാപകരുടെ എല്ലാവരുടെയും വലിയ നിർലോഭമായ സഹകരണം ഉണ്ടായിരുന്നു. ഗവൺമെന്റ് നിർദ്ദേശാനുസരണം പരീക്ഷ തീരുന്ന ഇന്ന ദിവസം മാതാപിതാക്കന്മാർ സ്കൂളിലെത്തി കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അതോടൊപ്പം തന്നെ എല്ലാ അധ്യാപകരും ഇവിടെയുണ്ട്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തരത്തിലുള്ള എല്ലാ സഹകരണങ്ങളും ലഭ്യമാക്കിയിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾ വളരെ സുരക്ഷിതമായും നല്ല സ്വഭാവ രൂപീകരണത്തിലും വളർന്നു വരുന്നു വേണ്ട എല്ലാ ക്രമീകരണങ്ങളും സ്കൂളിൽ നിന്നും മാതാപിതാക്കന്മാരുടെ ഭാഗത്തു നിന്നും പോലീസ് അധികാരികളുടെ ഭാഗത്ത് ലഭിച്ചിട്ടുണ്ട്. ഹയർ സെക്കൻഡറി പരീക്ഷ അവസാനിക്കുന്ന ഈ മാസം 29-നും സർക്കാർ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ടൗണുകളും ബസ് സ്റ്റാൻഡുകളും കേന്ദ്രീകരിച്ച് പോലീസ് നിരീക്ഷണവും ഇത്തവണ ശക്തമാക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.